നൂറ്റാണ്ട് നീളുന്ന മലങ്കര സഭാ തർക്കത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം എന്തായിരുന്നെന്നറിയാമോ? ദരിദ്രനും വിഘടനും തെമ്മാടിയുമായിരുന്ന വട്ടശ്ശേരിയിൽ ദിവന്നാസ്യോസ് എന്ന സമുദായത്തിന്റെ മെത്രാപ്പോലീത്ത ത്യാഗപൂർണമായ അൽമായരുടെ സംഭാവനയായ ഒരേക്കറോളം വരുന്ന ആലപ്പുഴ നഗരഹൃദയത്തിലെ വസ്തു വിറ്റ് തന്റെ ബന്ധുവിന് പണം കൊടുത്തു എന്നുള്ളിടത്താണ് ഇത് തുടങ്ങുന്നത്. ഇതിനെ ചോദ്യം ചെയ്ത സമുദായത്തിന്റെ അൽമായ ട്രസ്റ്റിയെയും വൈദിക ട്രസ്റ്റിയെയും വരുതിയിലാക്കുവാനും അവരുടെ അധികാരങ്ങളെ കൂടെ കവരുവാനും വട്ടശ്ശേരിയിൽ ദിവന്നാസ്യോസ് തീരുമാനിച്ചു. അങ്ങനെ വട്ടശ്ശേരിയിൽ ദിവന്നാസ്യോസ് പറഞ്ഞു, സമുദായത്തിന് 3 താക്കോലുകൾ 3 ട്രസ്റ്റിമാർ പിടിക്കേണ്ട ആവശ്യമില്ല. അതായത് സമുദായത്തിന്റെ അൽമായ ട്രസ്റ്റി, വൈദിക ട്രസ്റ്റി എന്നീ സ്ഥാനങ്ങളെ കേവലം നോക്കുകുത്തികളാക്കിക്കൊണ്ട് പരമാധികാര മെത്രാപ്പോലിത്തായിൽ നിക്ഷിപ്തമാക്കുവാൻ 3 സ്ഥാനങ്ങളുടെയും താക്കോലുകൾ തനിക്ക് വേണം എന്ന് അദ്ദേഹം വാശി പിടിച്ചു. ഇതേ തുടർന്നാണ് സമുദായത്തിൽ സംഘർഷമുണ്ടാകുന്നത്. തന്റെ ആഗ്രഹം, സ്വപ്നം പൂവണിയിക്കുവാൻ വേണ്ടി അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ഭരണഘടനയുടെ നക്കലുണ്ട്. അതാണ് പിന്നീട് തന്റെ മരണശേഷം 1934 ഭരണഘടന എന്ന പേരിൽ ഒരു ഇരുമ്പ് തുകമായി അഭിമാനമുള്ള, അന്തസ്സുള്ള, വ്യക്തിത്വമുള്ള, സ്വാതന്ത്ര്യ ബോധമുള്ള മലങ്കര നസ്രാണിയുടെ മേൽ പതിക്കപ്പെട്ടത്. ഇന്ന് മലങ്കര നസ്രാണിയുടെ മേൽ പതിക്കപ്പെട്ട ആ ഇരുമ്പ് തുകത്തിന്റെ തിക്തഫലങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് അഥവാ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾ, അത് തിരുവനന്തപുരത്തെ പള്ളിക്കാരായാലും വയനാട്ടിലെ പള്ളിക്കാരായാലും വാഴൂരിലെ പള്ളിക്കാരായാലും പലരും അനുഭവിക്കുകയാണ്. ഭാവിയിൽ കൂടുതൽ പള്ളിക്കാർ അത് അനുഭവിക്കും. അതുകൊണ്ട് ഇടവകക്കാർ ഉണരുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇടവക പള്ളികൾ ഇടവകക്കാരുടേത് മാത്രമാണ്. അത് കാതോലിക്കായുടേതോ മെത്രാപ്പൊലിത്തായുടേതോ പാത്രിയർക്കീസിന്റേതോ ആരുടേതുമല്ല. ഇടവക സ്വത്തുക്കൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ, പൂർവികരുടെ ത്യാഗപൂർവമായ സംഭാവനകളാണ്. അതുകൊണ്ട് ഇടവക പള്ളികൾ ഇടവകക്കാരുടേതും ഇടവക പള്ളികളുടെ സ്വത്തുക്കളുടെ നിയന്ത്രണം അതാത് ഇടവകക്കാരുടേതും മാത്രമാണ്. ഇതാണ് മലങ്കരയിലെ പൂർവിക മര്യാദ, ഇതാണ് മലങ്കരയിലെ പൂർവിക പാരമ്പര്യം. ഈ പാരമ്പര്യത്തിനെ എതിർക്കുകയും ആ അവകാശങ്ങളെ കവരുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് 1934 എന്ന അൺരജിസ്റ്റേർഡ് ഈവിൾ ഡോക്യുമെന്റിന്റെ പിൻബലത്തിൽ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗമാണ് ചെയ്യുന്നത് എന്നോർക്കുക. മലങ്കര നസ്രാണിയുടെ അഭിമാനം, സ്വാതന്ത്ര്യം, വ്യക്തിത്വം, ഇതിനെപ്പറ്റി ഘോരഘോരം പ്രഘോഷിക്കുന്ന കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭക്കാരാണ്, അവരുടെ മെത്രാന്മാരും അവരുടെ കാതോലിക്കയുമാണ് ഇടവക പള്ളികളുടെ അവകാശം കവരുന്നത് എന്നുള്ള നഗ്നയാഥാർത്ഥ്യം പൊതുജനങ്ങളും മലങ്കര സഭാ വിശ്വാസികളും തിരിച്ചറിയുക. താങ്ക് യു.